പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം കർത്താവ് ദാനമായി തന്നല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യം. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന് പിശാച് യേശുവിനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മെ അതിശയിപ്പിക്കുന്നതായ ഒരു വചനമാണ്. പിശാച് പറയുകയാണ്, എന്നെ നമസ്കരിച്ചാൽ ഉടനെ അതെല്ലാം നിൻ്റേതാകും. ഈ ലോകത്തിലുള്ള സകല മഹത്വങ്ങളും അതിൻ്റെ അധികാരങ്ങളും അതിൻ്റെ മനോഹാരിതകളും എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം മുഴുവനും പിശാച് യേശുവിനെ കാണിച്ചു. അതിനുശേഷം അവനോട് പറഞ്ഞു, ഇതെല്ലാം എൻ്റേതാകുന്നു. എന്നാൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ, എന്നെ നമസ്കരിച്ചാൽ ഉടനെ അതൊക്കെയും നിൻ്റെ പേരിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ഇന്നാണ്, ഈ കാലഘട്ടത്തിലാണ് ഓൺലൈൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുന്നതെങ്കിൽ, അറിയുന്നതെങ്കിൽ, ചെയ്യുന്നതെങ്കിൽ, എത്രായിരം വർഷത്തിന് മുമ്പ് പിശാച് ഓൺലൈൻ ട്രാൻസ്ഫറിനെ കുറിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. യേശുവിനോട് പറയുകയാണ്, ഇതെല്ലാം എന്നെ നമസ്കരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ പേരിലേക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ആകും, നിൻ്റേതാകും. അന്ന് മുതൽ നീയാണ് അതിൻ്റെ അധികാരി. നമ്മളിപ്പോൾ ഒരു വസ്തു രജിസ്ട്രേഷന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ ചെന്നാൽ, പണ്ടത്തെ കാലത്ത് അതൊരു എഴുത്തുകുത്തുകൾ നടന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിന്മേലുള്ള അധികാരം കിട്ടുന്നത്. എന്നാൽ ഒരു രജിസ്ട്രാർ ഓഫീസിൽ ഇപ്പോൾ ചെന്ന് ചില നിമിഷങ്ങൾക്കകം ഇൻ്റർനെറ്റിൽ കൂടെ അതിൻ്റെ അധികാരം, അതിൻ്റെ അവകാശം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വലിയ അതിശയകരമായ ഒരു പ്രതിഭാസം നടക്കുന്ന കാലത്താണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. എത്ര ദൂരെ ഇരുന്നാലും ഒരധികാരം വേറൊരുവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഇപ്പോൾ 1 സെക്കൻഡ് മതി. 1 സെക്കൻഡിൻ്റെ പോലും ആവശ്യമില്ല. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് അധികാരത്തിൻ്റെ ആ ട്രാൻസ്ഫറിങ്ങും അത്ര വേഗത്തിൽ നടക്കും. എന്നാൽ അതിനേക്കാളൊക്കെ ശക്തിയേറിയ ഒരു വലയം, അധികാര വലയം, ഒരു സഞ്ചാരപഥത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നീ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിൻ്റേതാകും. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ ഈ വാക്ക് കേട്ട് യേശുവിനൊരു പരിഹാസം തോന്നി. കാരണം പിശാച് അറിയാത്തതായ ഒരു രഹസ്യം, ഈ ലോകവും ഈ പ്രപഞ്ചങ്ങളൊക്കെയും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഇതെല്ലാം കെട്ടരിയുന്നതാണ്, ഇതെല്ലാം ചാമ്പലാകുന്ന ഒരു കാര്യമാണ്. ഈ അക്ഷരികമായ ഭൂമിയെല്ലാം ദൈവം തുടച്ചു മാറ്റുന്ന ഒരു കാലം വരും. ഒരു പുതിയ ലോകം, പുതിയ ഭൂമിയും പുതിയ ആകാശവും സർവശക്തനായ ദൈവം അനാദികാലത്തിന് മുമ്പ് തൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതായ കാര്യം യേശുവിന് നന്നായിട്ടറിയാം. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ കാര്യത്തെക്കുറിച്ച് പിശാചിനോട് യേശു സംസാരിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു എന്ന് താൻ പറയുന്നു. എവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ് താൻ പറയുന്നത്? ഒരു പക്ഷെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ മോശയ്ക്ക് കൊടുത്തതായ ന്യായപ്രമാണത്തിൽ എഴുതിയ കാര്യമായിരിക്കാം. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എഴുത്തെന്ന് പറയുന്നത് അനാദികാലത്തിന് മുമ്പ് എഴുതപ്പെട്ടതായ ആ സംഭവത്തെ, ശബ്ദമായിരുന്ന ആ കർത്താവിന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിൻ്റെ പക്കൽ ശബ്ദമായിരുന്നതായ ആ പുത്രൻ്റെ ശബ്ദ സൃഷ്ടിയെക്കുറിച്ചാണ് കർത്താവ് ഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് കർത്താവ് പിശാചിനോട് പറയുകയാണ്, തൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, സ്വർഗത്തിലെ പുസ്തകത്തിൽ ഇതിലൊക്കെയും എഴുതിയിട്ടുണ്ട്, അവനെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പിശാച് അവിടെയൊക്കെയും വചനത്തിന് മുൻപിൽ തോൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പിശാച് വചനത്തിന് മുമ്പിൽ തോറ്റുപോയെന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പിന്തിരിഞ്ഞില്ല. പിന്നൊടുവിൽ വചനം തന്നെ പിശാച് കയ്യിലെടുക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വാക്കുകളുടെ എല്ലാം മുൻപിൽ, അവൻ വച്ചു നീട്ടിയ സൗഭാഗ്യങ്ങളുടെയോ ഒക്കെയും മുൻപിൽ, ആ പ്രലോഭനങ്ങളുടെ മുമ്പിൽ വീണു പോകാത്ത
ഒരു ജയകരമായ ജീവിതം യേശു നയിച്ചതിനാൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നശിച്ചു പോകുന്ന ഈ ഭൂമിയുടെ വാഗ്ദാനങ്ങൾ, അധികാര വാഗ്ദാനങ്ങൾ മാത്രമേ തനിക്ക് ലഭിക്കുകയുള്ളായിരുന്നു. എന്നാൽ പിശാചിനോട് എതിർത്ത് നിന്നതുകൊണ്ട്, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങാതിരുന്നത് കൊണ്ട് ഒടുവിൽ വന്ന് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതായ സകല അധികാരത്തിനും യോഗ്യനായ കർത്താവിനെ എണ്ണി എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, താൽക്കാലികമായ ലാഭങ്ങൾക്കും മഹത്വങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടിയുള്ള ധാരാളം പ്രോമിസറികൾ നമുക്ക് ലോകത്തിൽ നമുക്ക് ലഭിക്കും. അതൊക്കെ പെട്ടെന്ന് നമ്മളെ അതിശയിപ്പിക്കുന്നതായ, പെട്ടെന്ന് ലഭിക്കുന്നതായ, നിമിഷ നേരത്തിനുള്ളിൽ നമ്മുടെ പേരിൽ അധികാരമായി വരുന്നതായ, ട്രാൻസ്ഫർ ചെയ്യുന്ന പല അതിശയങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെങ്കിൽ ഒരു കാര്യം, നാം ദൈവപുത്രന്മാരാണെങ്കിൽ അതിലെത്രത്തോളം നിലനിൽപ്പുണ്ടെന്നുള്ളതായ ഒരു കണക്കുകൂട്ടൽ നമുക്ക് സാധ്യമാകും. ഇല്ലായെങ്കിൽ നാം പ്രലോഭനങ്ങളിൽ വീണുപോകും. നമ്മുടെ മുൻപിൽ പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നതായ ഒരു സൗഭാഗ്യങ്ങളുടെ ഒരു കേൾവി നമ്മൾ കേൾക്കുമ്പോൾ ആ സൗഭാഗ്യങ്ങളുടെ നിലനിൽപ്പ് എത്രത്തോളമുണ്ട്, അതെന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് സാധിക്കും, അതുകൊണ്ട് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പരമ്പരകൾക്കും അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കും ഏതെല്ലാം രീതിയിലുള്ളതായ ഒരു നിത്യതയിലേക്കുള്ള ഒരു പ്രവേശനത്തിന് അത് വഴി ചെലുത്തും, അതിന് അധികാരം ചെലുത്താൻ കഴിയും എന്നുള്ളതായ ഒരു കണക്കുകൂട്ടലുകൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെ കഴിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കണം. ദൈവമക്കൾക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു ഗ്രാഹ്യത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. ഇല്ലാത്തവർ എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് പ്രലോഭനങ്ങളിൽ വീണുപോകും, ലാഭക്കച്ചവടത്തിൽ വീഴും. വലിയ ലാഭങ്ങളും വലിയ സമ്പത്തുമൊക്കെ കാണുമ്പോൾ ആ വാക്കുകളുടെ ആ വലിയ ആ പെരുപ്പത്തിൽ നമ്മൾ തകർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. താമസമന്യേ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വരുന്നതായ ആ വലിയ ലാഭങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഓട്ടം, അങ്ങനെ പലരും കുടുങ്ങിക്കിടപ്പുണ്ട്. പെട്ടെന്ന് പണക്കാരാകുക, പെട്ടെന്ന് ധനികരാകുക, പെട്ടെന്ന് ലാഭമുണ്ടാക്കുക, അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ളതായ അബദ്ധങ്ങളാണ് ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന പലർക്ക് പോലും, അങ്ങനെ അനേകർക്ക് പോലും ആ അബദ്ധങ്ങളിൽ അവർ വീഴാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം വാസ്തവമായി ഒരു ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുൻപിൽ വച്ചു നീട്ടുന്നതായ ലാഭങ്ങൾ എത്രത്തോളം വലുതാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതായ അധികാരം ഒരു വശത്ത് കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുമ്പോൾ, ഇതാ ഈ ഭൗമികമായ ലോകത്തിൽ അല്പനാളത്തേക്കുള്ളതായ, അല്പനാളുകൾ മാത്രം നമുക്ക് സങ്കടവും ദുഃഖവും വരുത്തി വയ്ക്കുന്നതായ ലാഭങ്ങൾക്ക് വേണ്ടി നാം ഓടുന്ന ഓട്ടം. ദൈവത്തിന് സ്തോത്രം. നാം എങ്ങനെ കേൾക്കുന്നു എന്ന് നാം തന്നെ നമ്മളെ തന്നെ ശോധന ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന്മേലുള്ളതായ ദൈവിക ആലോചന നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും. ഓരോ പ്രഭാതത്തിലും ശത്രു വന്ന്, പിശാച് വന്ന് നമ്മുടെ മുൻപിൽ നാം ദൈവപുത്രന്മാരെന്ന് അവകാശപ്പെടുമ്പോൾ, ദൈവമക്കളായി ജീവിക്കാൻ താല്പര്യപ്പെടുമ്പോൾ നമ്മുടെ മുൻപിൽ ധാരാളം വാഗ്ദാനങ്ങൾ വരും, ലാഭക്കച്ചവടങ്ങൾ വരും. നിമിഷ നേരം കൊണ്ട് നമ്മൾ അങ്ങ് മേപ്പോട്ട് ഉയർത്തി നമ്മളെ കൊണ്ടുപോകുന്ന അനുഭവങ്ങളൊക്കെയും നമ്മുടെ കൺമുൻപിൽ കൊണ്ടുവരും. നമ്മൾ തന്നെ അതിശയിക്കും, ഇത്ര സമയത്തിനുള്ളിൽ ഈ ലോകമൊക്കെ കാണുവാനുള്ളതായ വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായല്ലോ എന്ന് നമ്മൾ തന്നെ അങ്ങ് അതിശയിക്കും. അതിൻ്റെ അധികാര ശ്രേണിയെക്കുറിച്ച് നമ്മളിൽ ഒരു വലിയ ആശയമുണ്ടാകും, ഒരു മോഹമുണ്ടാകും. നാം അതിന് വഴിപ്പെട്ടു പോകും. എന്നാൽ നാം ദൈവിക ആലോചനയ്ക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ കേട്ടത് എനിക്ക് എത്രത്തോളം പ്രയോജനകരമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രയോജനമാണ്, ഞാൻ ഇടപെടുന്ന വിഷയം എത്രത്തോളം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ആദായകരമാണ്, എൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമാണ്, എൻ്റെ പേരിനെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ നിലനിർത്തുവാൻ തക്കവണ്ണം എത്രത്തോളം അതെന്നെ ശക്തിപ്പെടുത്തും എന്ന് ദൈവസന്നിധിയിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന്മേലൊരു ദൈവിക ആലോചന നമുക്ക് ലഭിക്കും. നാം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യത്തിന്മേൽ ഒരു ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്നതായ
ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്മേൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമുക്ക് ദൈവം ഒരു ആലോചന നമ്മുടെ ഹൃദയത്തിൽ തരും. നമ്മൾ ഹൃദയത്തിൻ്റെ കൽപ്പനകളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ഇന്നത് നമുക്ക് ചെയ്യാം, ഇന്നത് നിനക്ക് യോഗ്യമല്ല, ഇന്നത് യോഗ്യമാണെന്നുള്ളതായ ഒരു ആലോചന ദൈവം നമുക്ക് തരും. ദൈവിക ആലോചനയ്ക്ക് കീഴ്പ്പെടുന്ന ഒരുവനെ ദൈവം അതിശയകരമായി വഴി നടത്തും. അവൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ച കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ മക്കളായി തീരുവാൻ അധികാരം ലഭിച്ചുകൊണ്ട് സകലത്തിന്മേലും വാഴ്ചയുള്ളതായ ആ ഒരു സ്വർഗീയ അനുഗ്രഹം, ഒരു സ്വർഗീയ അധികാരം ലഭിച്ച മനുഷ്യരായി ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും ശോഭിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കും. ആ ഒരു ഭാഗ്യത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു യാത്ര, ആ ഒരു ഭാഗ്യത്തിലേക്കുള്ളതായ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ഭവനത്തിനുമാകെ ഈ പ്രഭാതത്തിൽ നൽകപ്പെടുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.